ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കാസ് സുവിശേഷം 2:10. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യെസ്, ഇറ്റ്സ് ക്രിസ്മസ് ടൈം. ക്രിസ്തുമസ് കാലഘട്ടം ഏറെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി 3 ദിവസം കൂടിയേ നമ്മുടെ മുൻപിലുള്ളൂ. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ? ഇപ്രാവശ്യം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് ക്രിസ്തുമസിന് വേണ്ടി ഒന്ന് ഒരുങ്ങിയാലോ? എന്ത് പറയുന്നു? ഈ പ്രാവശ്യം നിനിവേ ഉപവാസം എടുത്ത് നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുകയാണ്. എന്താണ് ഈ നിനിവേ ഉപവാസം? യോനായുടെ പുസ്തകത്തിൽ യോനാ പ്രവാചകനോട് കർത്താവ് നിനിവേയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഒളിച്ചോടി താർഷിഷിലേക്ക് യോന കപ്പൽ കയറുന്നു. പിന്നീട് എന്തുണ്ടായെന്ന് നമുക്കറിയാം. ഒരു മത്സ്യം വിഴുങ്ങുന്നു. ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ 3 ദിവസം യോന കഴിയേണ്ടി വരികയാണ്. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് യോനായ്ക്ക് കഴിയേണ്ടി വരുന്നു. ഒടുവിൽ യോന പറയുന്നുണ്ട്, യോന പ്രവചനം 2-ാം അധ്യായം 7-ാം തിരുവചനം, എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. വീണ്ടും 2:9 വചനം പറഞ്ഞു വെക്കുന്നു, ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും, കർത്താവിൽ നിന്നാണ് രക്ഷ. യോന വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും, കർത്താവിൽ നിന്നാണ് രക്ഷ. അപ്പോൾ യോന പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു കാര്യം ഇത് ചേർത്ത് വെച്ചാണ് നമ്മൾ നിനിവേ ഉപവാസം അനുഷ്ഠിക്കുന്നത്. അതോടൊപ്പം ഇതിന് സമാനമായി കർത്താവ് നല്ല തമ്പുരാൻ 3 ദിവസം മരണത്തിന് ശേഷം ഉയർപ്പ് വരെ 3 ദിവസം കർത്താവ് നിദ്രയിലായിരുന്നു. ഈ ഒരു ബോധ്യവും. അപ്പോൾ 3 ദിവസം നാം എല്ലാത്തിൽ നിന്നും മാറി ഉപവസിച്ച് ഒരുങ്ങുകയാണ്. ഇനി എങ്ങനെയാണ് ഈ നിനിവേ ഉപവാസം നാം പൂർത്തിയാക്കുന്നത്? 25 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ആദ്യമേ അച്ഛൻ ഓർമ്മിപ്പിക്കട്ടെ. ഈശോയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചകളില്ല. ഇപ്രാവശ്യം സാധാരണ പോലെ പോരാ, സംതിങ് സ്പെഷ്യൽ. പ്രത്യേകമായ വിധത്തിൽ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങണം. വാസ്തവത്തിൽ ഈ നിനിവേ ഉപവാസം സിറിയൻ പാരമ്പര്യത്തിൽ നിന്നുമാണ് കടന്നു വരുന്നത്. വലിയ നോമ്പിനോട് 50 നോമ്പിനോട് ചേർന്നാണ് യഥാർത്ഥത്തിൽ നിനിവേ ഉപവാസം ആചരിക്കപ്പെടാറുള്ളത്. എന്നാൽ ഈശോയുടെ തിരുപ്പിറവിക്ക് ചേർന്ന് ഈശോ പറഞ്ഞതനുസരിച്ച് നമ്മളിത് ചെയ്യുന്ന ഓരോ കാര്യവും നേരത്തെ ദാനിയേൽ ഉപവാസം ചെയ്തതുപോലെ തന്നെ ഈശോയോട് ചോദിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് 25 കാര്യങ്ങൾ നാം കണ്ടെത്തിയത്. അപ്പോൾ 25 കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണ്. ഏതൊക്കെയാണ് ഈ 25 സ്നേഹപ്രവർത്തികൾ? നമുക്കിനി അതിലേക്ക് പ്രവേശിക്കാം. 25 സ്നേഹപ്രവർത്തികൾ, ഉപവാസ പ്രവർത്തികൾ, പ്രായശ്ചിത്തം. നമ്മുടെ 25 പ്രായശ്ചിത്ത പ്രവർത്തികൾ ഇവയൊക്കെയാണ്. 1. നിനിവേ നിവാസികൾ യോനാ പ്രവാചകന്റെ പ്രവചനം കേട്ട് ചാരം പൂശി ചാക്കുടുത്ത് പ്രാർത്ഥിച്ചു, പ്രായശ്ചിത്തം ചെയ്തു എന്ന വചനം പറയുക. ഈ ദിവസങ്ങളിൽ നാം കിടന്നുറങ്ങുമ്പോൾ നമുക്ക് കിടക്ക ഒഴിവാക്കാം. സാധിക്കുന്നവർ കിടക്ക മാത്രം ഒഴിവാക്കുക. ഇനി കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുന്നവർ ഒരു ചാക്ക് കട്ടിലിൽ വിരിച്ച് അതിൻ്റെ പുറത്ത് കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 1. 2. തലയിണ ഒഴിവാക്കാം. 3. സുഗന്ധലേപനങ്ങൾ ഒഴിവാക്കാം, ഉദാഹരണം സ്പ്രേ. 4. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പൗഡർ പോലെയുള്ളവ നമുക്ക് ഒഴിവാക്കാം. 5. ഈ 3 ദിവസങ്ങളിൽ 22, 23, 24 തീയതികളിലാണ് നമ്മൾ നിനിവേ ഉപവാസം നടത്തുന്നത്. ഈ 3 ദിവസങ്ങളിൽ ഒരു നേരമെങ്കിലും നമുക്ക് ഉപവസിക്കാം. 6 ഇറച്ചി, 7 മത്സ്യം, 8 പാൽ, 9 മുട്ട, 10 മധുര പലഹാരങ്ങൾ, മധുരം ഇവ ഉപേക്ഷിക്കാം. 11 കയ്യിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കുരിശ് പിടിച്ചുറങ്ങാം. 12 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ. 13 അനുദിനം ദിവ്യബലിയിൽ 3 ദിവസവും വിശുദ്ധ കുർബാന മുടക്കരുത്. 14 ഒരു ജപമാല. 15 ഒരു കരുണക്കൊന്ത. 16 നമ്മുടെ ഓൺലൈൻ വചന ശ്രവണം. ഓരോ ദിവസവും എങ്ങനെയാണ് ഉണ്ണിക്ക് വേണ്ടി പുൽക്കൂട്ടിലേക്ക് ഒരുങ്ങേണ്ടത് എന്ന് നമ്മൾ വചനം ശ്രവിച്ച് പ്രാർത്ഥിക്കും. 17 1000 ഈശോനാമം. 18 3 അധ്യായം വചനം വായിക്കാം. ഏതൊക്കെ അധ്യായമാണെന്ന് അതാത് ദിവസങ്ങളിൽ അച്ഛൻ പറയും. 19 നാം കുമ്പസാരിച്ച് ഒരുങ്ങിയിരിക്കണം. 20 3 മിനിറ്റ് ചരലിന്മേൽ മുട്ടുകുത്തി പരിഹാരം ചെയ്ത്, പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. 21 വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്നും
ഞാൻ അകലം പാലിക്കും. ഫോൺ വിളിക്കില്ല, സംസാരിക്കില്ല, അകലം പാലിക്കാം. 22 ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, ഫോണിലൂടെയുള്ള വീഡിയോകൾ, ഇൻസ്റ്റഗ്രാം, റീൽസ് ഇതെല്ലാം നമുക്ക് 3 ദിവസത്തേക്ക് ഉണ്ണീശോയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കാം. 23 ഉണ്ണിക്കൊന്ത, അത് നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോയോടൊപ്പം ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 24 ഉണ്ണീശോയോടുള്ള ലുത്തീനിയ, 25 3 മിനിറ്റ് സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കണം. 23 ഉണ്ണിക്കൊന്തയും 24 ഉണ്ണീശോയോടുള്ള ലുത്തീനിയയും വചന വ്യാഖ്യാനത്തിന് ശേഷം നമ്മുടെ വീഡിയോയോട് ചേർന്ന് കാണിക്കുന്നതായിരിക്കും. അതിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പങ്കുകൊള്ളാം. അപ്പോൾ 25 കാര്യങ്ങൾ. ഇതൊന്നോർത്തേ, ഉണ്ണീശോ മരം കോച്ചുന്ന തണുപ്പത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? 25 പ്രവൃത്തികൾ എളുപ്പമല്ല, പൂർത്തിയാക്കണം. ഇനി ഇതിൽ ഏതെങ്കിലുമൊക്കെ പൂർത്തിയാക്കാൻ അനുവാദം കിട്ടാത്തവർ ഒരു കുരിശിൻ്റെ വഴി കൂടുതലായി ചൊല്ലിയാൽ മതിയാകും. അപ്പോൾ നമുക്ക് പരിശ്രമിക്കാം. ജോയൽ പ്രവചനം 2:12 കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും. 3 ദിവസം പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. ഈ 25 കാര്യങ്ങളിലൂടെ ഈശോയെ മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി സ്നേഹിക്കണം. അങ്ങനെ പുൽക്കൂട്ടിൽ ഉണ്ണീശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ണിക്ക് കൊടുക്കാൻ എൻ്റെ ജീവിതമുണ്ട്, എൻ്റെ ഈ 25 ത്യാഗപ്രവർത്തികളുണ്ട്. നമുക്ക് ആരംഭിക്കാം ഈ 25 നോമ്പുകൾ, 25 പ്രായശ്ചിത്ത പ്രവർത്തികൾ. നമുക്ക് ആരംഭിക്കാം ഈ നിനിവേ ഉപവാസം. ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.